ഇസ്രായേലുമായോ അമേരിക്കയുമായോ യുദ്ധം ചെയ്യാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. വാഷിംഗ്ടണിന്റെ ആജ്ഞാപനത്തിന് പകരം പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടക്കുന്നിടത്തോളം കാലം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് യുഎസുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ബെയ്റൂട്ടിൽ സംസാരിച്ച അരാക്ചി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ജൂണിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തുകയും ഇറാനിയൻ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർക്കുകയും ചെയ്തതുപോലെ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേൽ വീണ്ടും ഇറാനെ ലക്ഷ്യം വെക്കുമെന്ന് പലരും ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായ ആക്രമണം പരീക്ഷിച്ചു. ഈ ആക്രമണവും തന്ത്രവും അങ്ങേയറ്റം പരാജയപ്പെട്ടു. ലെബനനിലേക്കുള്ള 2 ദിവസത്തെ സന്ദർശനത്തിന്റെ തുടക്കത്തിൽ അരാക്ചി പറഞ്ഞു, അവർ ഇത് ആവർത്തിച്ചാൽ അവർക്ക് അതേ ഫലങ്ങൾ നേരിടേണ്ടി വരും. ഏത് തിരഞ്ഞെടുപ്പിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ അതിന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവായുധ വികസനം തടയുന്നതിനായി ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പരമാവധി സമ്മർദ്ദം ചെലുത്തി. ജൂണിൽ ഇറാന്റെ 3 നിർണായക സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണങ്ങളും ഈ പ്രചാരണത്തിൽ ഉൾപ്പെടുന്നു. ടെഹ്റാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അരാക്ചി പറഞ്ഞു. എന്നാൽ ചർച്ചകൾ പരസ്പര ബഹുമാനത്തെയും പരസ്പര താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ആജ്ഞാപിക്കുന്നതിന് പകരം സൃഷ്ടിപരവും പോസിറ്റീവുമായ ചർച്ചകളാണ് ചട്ടക്കൂടെന്ന നിഗമനത്തിൽ അമേരിക്കക്കാർ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ചർച്ചകളുടെ ഫലങ്ങൾ ഫലപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2018 ലോകശക്തികളുമായുള്ള ടെഹ്റാന്റെ 2015 ആണവ കരാറിൽ നിന്നും ട്രംപ് ഏകപക്ഷീയമായി അമേരിക്കയെ പിൻവലിച്ചതിനു ശേഷം ആയുധ ഗ്രേഡ് നിലവാരത്തിൽ നിന്നുള്ള ഒരു ഹ്രസ്വവും സാങ്കേതികവുമായ നടപടിയായി ഇറാൻ 60% പരിശുദ്ധി വരെ യുറേനിയം സമ്പുഷ്ടമാക്കിക്കൊണ്ടിരുന്നു. 2003 വരെ ഇറാൻ ഒരു സംഘടിത ആണവായുധ പരിപാടി ഉണ്ടായിരുന്നുവെന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളും യുഎന്നിന്റെ ആണവ നിരീക്ഷണ സംഘടനയായ IAEA പറയുന്നുണ്ടെങ്കിലും ടെഹ്റാൻ വളരെ കാലമായി അതിന്റെ ആണവ പരിപാടി സമാധാനപരമാണെന്ന് നിലനിർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫ്ലോറിഡയിൽ നടത്തിയ ചർച്ചയിൽ ഇറാന്റെ ആണവ പദ്ധതി പുനഃക്രമീകരിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക കൂടുതൽ സൈനിക ആക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള പോലുള്ള വിഭാഗങ്ങളെ നിരായുധീകരിക്കാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതായി ലെബനൻ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് അരാക്ചി ബെയ്റൂട്ടിലേക്ക് എത്തിയത്. മേഖലാ അന്തർദേശീയ കാര്യങ്ങളിൽ ലെബനൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി ഒരു സാമ്പത്തിക പ്രതിനിധി സംഘത്തെ നയിച്ചു. സാമ്പത്തിക പങ്കാളിത്തം ഉൾപ്പെടെ ലെബനനുമായി സമഗ്രമായ ബന്ധം സ്ഥാപിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ തെക്കൻ ഇസ്രായേൽ ആക്രമണം നടന്നതിന്റെ ഒരു ദിവസത്തിനു ശേഷം 2023 ഒക്ടോബർ 8 ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെയാണ് ഏറ്റവും പുതിയ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചത്. അതേസമയം സാമ്പത്തിക സാഹചര്യങ്ങളെ ചൊല്ലിയുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി വ്യാപിച്ചതോടെ വ്യാഴാഴ്ച രാത്രി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. ഇത് രാജ്യത്തിന്റെ നേതൃത്വത്തിന്മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ഇന്റർനെറ്റ് സ്വാതന്ത്ര്യ നിരീക്ഷകരായ നെറ്റ് ബ്ലോക്സ് ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്റർനെറ്റ് തടസ്സപ്പെടാൻ കാരണം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും മുൻകാലങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ അധികൃതർ ഇന്റർനെറ്റ് അടച്ചുപൂട്ടിയിരുന്നു. പ്രതിഷേധക്കാർക്കെതിരായ നടപടികൾ അധികൃതർ ശക്തമാക്കിയതോടെ പടിഞ്ഞാറൻ നഗരമായ കെർമൻഷായിൽ ഇന്നലെ രാവിലെ നെറ്റ് ബ്ലോക്കുകൾ തടസ്സപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡിസംബർ അവസാനത്തിൽ പ്രകടനങ്ങൾ ആരംഭിച്ചതിനു ശേഷം 8 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 45 പ്രതിഷേധക്കാരെ ഇറാനിയൻ സുരക്ഷാ സേന കൊലപ്പെടുത്തിയതായി നോർവേ ആസ്ഥാനമായുള്ള NGO ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.